ഇതാണ് ചായയൊക്കെ നല്ലപോലെ തിളച്ചുണ്ടോ, നല്ല ഇതായിട്ടുണ്ട്. നമുക്കത് ഒഴിക്കാറായിട്ടില്ല, ചൂടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് നമ്മുടെ വീടിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ ടെൻ്റ് അടിച്ചിട്ട് ഒരു ടെൻ്റ് ക്യാമ്പ് നടത്തുന്നു. അവിടെ ഒരു ചെറിയ അൺബോക്സിംഗ് ഒക്കെ ഉണ്ട്. ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മുടെ ടെൻ്റൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഫിറ്റ് ചെയ്ത് കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് ഓടുക. നമ്മൾ ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്. അത് ആ വിഷ്വലൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെൻ്റ് എവിടെയെങ്കിലും ചെന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ടെൻ്റ് സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും പൊത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പിന്നെ അവിടെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ടെൻ്റ് അടിക്കുക. ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് നമ്മൾ ടെൻ്റ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട്, ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെൻ്റ് നമ്മൾ ക്ലോസ് ചെയ്തിടണം. ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവികളോ ഒക്കെ കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ടെൻ്റ് അടിക്കുന്നിടത്ത് ഈ പൊത്തുണ്ടോ നോക്കണമെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പൊത്തിനകത്തായിരിക്കും പാമ്പൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് അപകടമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ടെൻ്റൊക്കെ അടച്ചിട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയത്. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മസ്കിറ്റോ നെറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് കയറുകയാണ്. അകത്ത് കയറി ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അതാ നമ്മൾ ടെന്നകത്താണ് ഇരിക്കുന്നത്. ഇപ്പം ടെന്നകത്ത് വിശാലമായ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആ വീഡിയോ എല്ലാവരും ഇതിൻ്റെ ടെൻറ്റ് ഫിറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ കാണിച്ചാണ്. അതൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിൽ പോയി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ടേ എന്തായാലും നമ്മൾ അത്യാവശ്യം യാത്രകളൊക്കെ നടത്തും. ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ ടെൻറ്റ് ക്യാമ്പിങ്ങിലൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് ആ ഒരു ഒന്ന് രണ്ട് പർച്ചേസുകളൊക്കെ നമ്മൾ നടത്തി. അതൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം. പ്രധാനമായിട്ട് നമ്മളിപ്പം നടത്തിയ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വരുത്തിയെന്ന് പറഞ്ഞാൽ ഒരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ആണ്. ഈ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇത് പാക്കിൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനകത്തിരിക്കുന്ന ആ സ്റ്റൗവിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ വഴിയായിരിക്കുമല്ലോ. എന്താ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തതാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയാണ്. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് തേയില കൂടെ കിട്ടിയില്ല. ഞാനിപ്പോൾ മേടിച്ച് അത് വെച്ചാണ്. പക്ഷേ തേയിലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇതാണ് ആ പാക്കറ്റ്. ഇതിനകത്താണ് നമ്മുടെ ആ സാധനം ഉള്ളത്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ പിന്നെ നമുക്കൊരു പൗച്ചുണ്ട്. ആ പൗച്ചിനകത്താണ് ഗ്യാസ് കഴിഞ്ഞത്. ഇത് പിന്നെ അതിൻ്റെ ലോഗോയാണ്. ഇതിനകത്ത് അത് ഉപയോഗിക്കേണ്ട രീതി ഒക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാം.
സംഭവം വെറൈറ്റിയാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടോ നമുക്കറിയില്ല. എനിക്കൊരു വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഇത്. ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ്. എത്ര ചെറുതാണെന്നുണ്ടോ, എത്ര ചെറുതാണ്, എത്ര ഹാൻഡിൽ, അതായത് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇത് കൊണ്ടുപോകാം. അത്രയ്ക്കും ഭാരമില്ല, ഒട്ടും ഭാരമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോർക്കാം. പാത്രം വെക്കാൻ വേണ്ടി ഇതിങ്ങനെ 4 സൈഡിലോട്ടും ചെറുത് പോലെ നോർത്ത് കഴിഞ്ഞിട്ട് അടിയിലൊരു സ്റ്റാൻഡുണ്ട്. ഇതിന് അടിയിലെ സ്റ്റാൻഡ് ഇങ്ങനെ നോർത്തെടുക്കാം. അപ്പോൾ ഒരു തറ നിരപ്പിന്നൊരു ഉയരം കിട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചു. ഇനി ഇത് കത്തിക്കണ്ടേ? ഇത് കത്തിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ജിജ്ഞാസ ഉണ്ടാവും. എന്തായിരിക്കും ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത്? വലിയ സിലിണ്ടറാണ്, ചെറിയ സിലിണ്ടർ? അതൊന്നുമല്ല, ഒരു അതും ചെറിയൊരു സംഭവമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചല്ല, ഇത് നമുക്ക് അല്ലാതെ മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ആ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എടുത്തിട്ട് ഈ വെട്ടുണ്ടല്ലോ, ഈ വെട്ടിൽ കയറി വീഴത്തക്ക രീതി വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി. സിമ്പിളാണ്, സെറ്റിങ്ങൊക്കെ സിമ്പിളാണ്. പക്ഷേ സൂക്ഷിച്ചില്ല ഗ്യാസ് ലീക്കായി പോകാൻ സാധ്യതയുണ്ട്. ലീക്കായി പോയി നമ്മൾ ടെൻറ്റിനകത്തിരുന്നിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഗ്യാസ് ഒട്ടും ലീക്കാകാൻ പാടില്ല. ലീക്കായാൽ ഉണ്ടാകുന്ന അപകടമല്ല നമുക്ക് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. ടെൻറ്റിനകത്ത് മൊത്തം തീ പിടിക്കും, ആകെപ്പാടെ പ്രശ്നമാണ്, നമുക്ക് ഓടി മാറാനൊന്നും പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ടെൻറ്റിനകത്ത് വെച്ച് ചെയ്യുന്നവർ ഗ്യാസിനകത്ത് ലീക്കില്ല, ഗ്യാസിൻ്റെ ആ കണ്ടെയ്നർ കൃത്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഇതായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇതേ തന്നെ ലൈറ്ററുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേ തന്നെ ലൈറ്ററുണ്ട്. നമുക്ക് ഈ സ്വിച്ച് ഇങ്ങനെ തിരിക്കും ഗ്യാസ് വരും. കത്തിക്കഴിഞ്ഞാൽ കത്തുന്ന കാണുന്നുണ്ടോ? ഫ്ലെയിം കാണുന്നുണ്ടോ? തീ കത്തിയിട്ടുണ്ട്, എന്തായാലും ഫ്ലെയിമുണ്ട്, തീ കത്തിയിട്ടുണ്ട്. ഇത് തീ കത്തിക്കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഈ സിലിണ്ടർ അനക്കരുത്. സിലിണ്ടർ അനക്കിയാൽ കൂടുതലായിട്ട് ഗ്യാസ് വെളിയിലേക്ക് പോകാം. നമുക്കൊരു ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു തേയില ചായയാണിത്. പാത്രം വെച്ചു. പാത്രമൊക്കെ വീട്ടിൽ നിന്ന് എടുത്തായിട്ട്, ഞാൻ ഇതിനു വേണ്ടി പാത്രമൊന്നും മേടിച്ചില്ല. അപ്പം പാത്രം വെച്ചു. പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് തേയില പക്ഷെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര എടുത്തില്ല. പഞ്ചസാര എടുക്കാത്തതുകൊണ്ട് നമുക്ക് കട്ടൻ ചായ കുടിക്കാം, അതേ പറ്റത്തുള്ളൂ. ഇപ്പം അതായത് മലയുടെ മുകളിൽ കട്ടൻ ചായ, പഞ്ചസാര ഇല്ലാത്ത വെറൈറ്റി അല്ലേ? ആഹാ അന്തസ് അല്ലേ? എനിക്ക് പറയുന്നത് ആഹാ അന്തസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ സിലിണ്ടർ നമുക്കറിയാം, വളരെ സൂക്ഷിക്കണം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ഗ്യാസ് അടുപ്പാണ്. വളരെ യൂസ്ഫുള്ളായ സംഭവമാണിത്. ഒട്ടും അതായത് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ബിൽഡിങ്ങാണ്. വലിയ വിലയൊന്നുമില്ല എന്നുള്ളതാണ് ഇതിനൊക്കെ ഏറ്റവും വലിയൊരു നമുക്ക് ഒരു ഗുണമായിട്ടുള്ള കാര്യം. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇത് ലഭിക്കും. പിന്നെ ഗ്യാസ് നമുക്ക് കൂട്ടിയും കുറച്ചും എല്ലാം കൊടുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഇതിനകത്ത്. സിലിണ്ടർ നമുക്ക് അതായത് 4 സിലിണ്ടർ 6 സിലിണ്ടർ ഈ ഒരു ലെവലിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും സിലിണ്ടർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് കയറിയാൽ തീർച്ചയായും അവിടുന്ന് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ അൺബോക്സിങ് നടത്തുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്രാ വീഡിയോകളെന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളപ്പോൾ തന്നെ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയുള്ളത്. നമുക്കിനി കുറേ നേരമൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ടെൻ്റൊക്കെ അടിച്ച് ഒരു ചെറിയ പാചകമൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോരാൻ പറ്റും. അതിന് വിറക് വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, ഇത് മാത്രം മതിയാവും. അപ്പം അങ്ങനെയുള്ള വീഡിയോകളായും കൂടെ നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടാവും എന്നൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം പ്രധാനമായിട്ടും വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ചായ നല്ലപോലെ തിളച്ചപ്പം നമുക്കിനി
ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതാണ് ചായയൊക്കെ നല്ലപോലെ തിളച്ചുണ്ടോ, നല്ല ഇതായിട്ടുണ്ട്. നമുക്കത് ഒഴിക്കാറായിട്ടില്ല, ചൂടുണ്ട്. അപ്പം അത് സിലിണ്ടർ ഉണ്ടോ. പിന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണിത്. നമ്മൾ ഇവിടെ ലൈറ്ററാണ്, ഇത് ലൈറ്ററാണ് സെറ്റിങ്. വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തേയിലവെള്ളം അപ്പം എന്താ നമ്മുടെ സ്വന്തം ഗ്യാസ് സ്റ്റൗവിൽ നമ്മുടെ സ്വന്തം ടെൻറ്റിനകത്തിരുന്ന് അനത്തിയ തേയില കട്ടൻ ചായ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, അടിപൊളി. മധുരമില്ലെന്നൊരൊറ്റ കുഴപ്പമുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വെറൈറ്റി എന്ന രീതിയിൽ ഇതുപോലെ കുടിക്കാറുണ്ട്. ചായക്കടയിൽ പോയെന്ന് പറഞ്ഞാൽ ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മധുരമില്ലാതെ ചിലപ്പം കുടിക്കാറുണ്ട്. മധുരം നമ്മൾ ഒരുപാട് ഉപയോഗിക്കും. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിനും നമുക്ക് ഷുഗറിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ മധുരമില്ലാതെ കുടിക്കുന്നതും നല്ലതാണ്, ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ പഞ്ചസാര എടുക്കാൻ മറന്നൊന്നുമില്ല കേട്ടോ, ആരും അങ്ങനെ ഞെട്ടിയൊന്നും. എന്തായാലും വെറൈറ്റിയാണ്, അടിപൊളിയാണ്. ഇതൊരു വല്ലാത്ത ഫീലിംഗാണിത്. ഓക്കെ, കുടിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അൺബോക്സിങ് ആയിരുന്നു. ഈ ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ റിവ്യൂ ഇപ്പോൾ ഇടാൻ പറ്റും. സത്യത്തിൽ അത്രയ്ക്കും യൂസ്ഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റൗവാണിത്. അപ്പം ഒട്ടും നഷ്ടമല്ല, അഫോർഡബിൾ പ്രൈസ് ആണെന്ന് എന്നതുകൊണ്ട് തന്നെ ഒട്ടും നഷ്ടമില്ലാത്തൊരു പർച്ചേസ് ആയിരുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളവരൊക്കെ മേടിക്കുക, എല്ലാവരും യാത്രയൊക്കെ ചെയ്യുക, എല്ലാവരും അവിടെ കാഴ്ചകളൊക്കെ കാണുക. പക്ഷേ വളരെ സൂക്ഷിക്കുക. നമ്മൾ കൊറോണ സമയത്ത് നമ്മളെങ്ങും പോകാതെ വളരെ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് അടുത്ത ഉടനെ തന്നെ വരാം. ആ വീഡിയോ വരുന്നിടം വരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.